അടുത്ത GDയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴത്തേക്കാണ് സാർ ഞങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെ നമുക്ക് ഈ GD നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു വലിയ ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. കുറേ വിദ്യാർത്ഥികൾ, അതായത് ദിശയെ സ്നേഹിക്കുന്ന, ദിശയുടെ യൂട്യൂബ് ചാനൽ കാണുന്ന കുറേ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് SSC GD, ഇനി വരാൻ പോകുന്ന SSC GD എക്സാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വീഡിയോയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരാൻ പോകുന്നത്. എങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ +2 ഒക്കെ കഴിഞ്ഞ്, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, ഏജ് ഒക്കെ കറക്റ്റായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് SSC GDയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദിശയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ GD ക്ലിയർ ചെയ്ത ഈ വിദ്യാർത്ഥികൾ. നമ്മുടെ 2024-25 വർഷത്തെ SSC GD എക്സാം ക്ലിയർ ചെയ്ത ഈ വിദ്യാർത്ഥികൾ, ഇവരുടെ ഓരോരുത്തരുടെയും സക്സസ് വീഡിയോസ് നിങ്ങൾ കണ്ടതാണ്. അവരെ ഓരോരുത്തരെയും അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവരെല്ലാവരും അവരവരുടെ സർവീസുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ദിശയുടെ യൂട്യൂബ് ചാനൽ കണ്ട് ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സർവീസിൽ കയറിയിട്ടുണ്ട്. കാരണം ഇവരെല്ലാം ജോബിന് കയറിയതിന് ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുമ്പോൾ പല ആളുകളും ദിശയുടെ യൂട്യൂബ് ചാനൽ കണ്ടാണ് SSC GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് എന്ന് ഇവരോട് പറഞ്ഞു എന്ന് കൃത്യമായി എന്നോട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും അടുത്ത വരുന്ന SSC GD എക്സാം നേടിയെടുക്കാനുള്ള ഏറ്റവും മികച്ച അവസരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഏറ്റവും മികച്ച അവസരം. അതിൻ്റെ കാരണം, ഇതിന് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആൾറെഡി നമ്മുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു. SSC GDയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? കുറേ പേര് ചോദിക്കുന്നുണ്ട്, സാർ SSC GDയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? മക്കളെ, നമ്മുടെ SSCയുടെ കലണ്ടറിനകത്ത് 17ാമത്തെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് SSC GD വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ? ഈ വർഷം നവംബറിൽ നമുക്കിതിന് നോട്ടിഫിക്കേഷൻ വരും. നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര മാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഏകദേശം ഒരു 6 മാസം. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരു 6 മാസം മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. എന്ന് പറഞ്ഞാൽ ചിട്ടയായ ഒരു പഠനത്തിന്റെ സമയം മാത്രം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഏത്? SSC GD ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതറിയാത്ത ഏതൊരാൾക്കും 23 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഫോഴ്സ് ബേസ്ഡ് ജോലി ഒരു പാഷനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇത് ഏറ്റവും മികച്ച അവസരമാണ്. കാരണം നല്ല സാലറി പാക്കേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ്ഡ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർഷം നവംബറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വരും. നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് അറിയാലോ, 2-3 മാസം നോട്ടിഫിക്കേഷൻ ശേഷം പഠിക്കാൻ സമയം ഉണ്ടാവും. മാർച്ച് ഏപ്രിലോട് കൂടി 2026 എക്സാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഠിക്കാൻ, ചുരുക്കം പറഞ്ഞാൽ 8 മാസങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ ആണേ? അപ്പോ അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നും 7-8 മാസമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ എന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങണ്ടേ? ഇപ്പൊ ഞാൻ ഏപ്രിൽ ബാച്ച് ഒക്കെ നമ്മുടെ ദിശയുടെ എല്ലാ ബ്രാഞ്ചുകളിലും തുടങ്ങിയപ്പോൾ +2 കഴിഞ്ഞ ധാരാളം വിദ്യാർത്ഥികൾ വന്ന് SSC GD എക്സാമുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നതായിട്ട് കണ്ടു. കാരണം അവരൊരു റെഗുലർ ബാച്ച് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് കൃത്യമായി അവരുടെ പ്രിപ്പറേഷൻ ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. അവർ GD എന്നുള്ള രീതിയിലല്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരുടെ പ്രിപ്പറേഷൻ ഈ വർഷം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. എന്തുകൊണ്ടാ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ഇത് ചിന്തിക്കാനുള്ള കാരണം? അവരുടെ ഏജ് കറക്റ്റ് ടൈമാ. 18 വയസ്സൊക്കെ ആയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി ആലോചിച്ച്, ഇനി ഒരു ഡിഗ്രി ഒക്കെ ചെയ്ത് സമയം കളയാതെ അവരാഗ്രഹിക്കുന്ന, അവർക്ക് പാഷനുള്ള ജോബിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വളരെ നിസ്സാരമായി സാധിക്കുന്നു എന്നുള്ളതാണ് SSC GDയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ശരിയാണോ? അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണോ? എന്റെ ചോദ്യത്തിന് നിങ്ങൾ യെസ് എന്ന് ഉത്തരം കമന്റ് ചെയ്യും. മക്കളെ, നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട്. നിങ്ങൾ ഈ ജോബിൽ പാഷനേറ്റഡ് ആണോ? അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് ദിശ അക്കാഡമിയോടൊപ്പം സഞ്ചരിച്ചോളൂ. ഏതൊക്കെ പോസ്റ്റുകളാണ് SSC GD 2026? ഇനി ഇത് കുറിച്ച് അറിയാത്തവരാണെങ്കിൽ മക്കളെ, ഇതിന് വിളിക്കുന്ന പോസ്റ്റുകൾ BSF എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ CISF എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ എയർപോർട്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ ISRO സെക്യൂരിറ്റി പോലെയുള്ള പോസ്റ്റുകൾ. അതുപോലെ സെൻട്രൽ റിസർവ് പോലീസ് CRPF എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ITBP, അതുപോലെ തന്നെ SSB, അതുപോലെ തന്നെ സെക്യൂരിറ്റി വിങ്ങുകൾ വരുന്ന SSF, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, അതുപോലെ തന്നെ അസാം റൈഫിള്,
ഇപ്പോൾ ഈ NCB പോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് എന്ത് വിളിക്കുന്നത്? SSC-GD. ഓർക്കുക, SSC-GD അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഏതൊക്കെ പോസ്റ്റുകളാണ്. കുറെ ആൾക്കാർക്ക് സംശയമായിരിക്കും, സാർ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ്. അപ്പൊ ഏകദേശം എല്ലാ വർഷവും ഒരു 10-30,000 വേക്കൻസി, ഓക്കെ, ഏകദേശം ഇത്രത്തോളം വേക്കൻസി അല്ലെങ്കിൽ ഒരു 40,000ഓളം വരുന്ന വേക്കൻസി എല്ലാ വർഷവും 30,000 മുതൽ ഒരു 40,000 വരെയുള്ള വേക്കൻസി എല്ലാ വർഷവും വിളിച്ചുകൊണ്ടിരിക്കുക മക്കളെ. കഴിഞ്ഞ വർഷം 36,000 വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കയറുന്നുണ്ട്. അപ്പൊ ഈ അവസരം, ഈ മികച്ച അവസരം നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. ഇനിയും അറിയാത്തവർക്ക് വേണ്ടി പറയുക, 2 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു CBT 1 എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 80 ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പിന്നീട് കിടക്കാം. അപ്പോൾ 80 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഓൺലൈൻ എക്സാം ആണ് ആദ്യം വരുന്നത്. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ ഒരു കാലയളവ് ഒരു 8 മാസം പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ആ 8 മാസം കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടും. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർ, നിങ്ങൾ ഉറപ്പായിട്ടും 8 മാസം ദിശയോടൊപ്പം പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 2026 തന്നെ നിങ്ങളെ സർവീസിൽ നിങ്ങൾക്കൊരു ജോലി മേടിച്ചു തരാൻ ദിശ അക്കാഡമി തയ്യാറാണ്. നിങ്ങൾ പാഷൻ ആയിരിക്കണം, നിങ്ങൾക്ക് പാഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ പാഷനേറ്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, 8 മാസം ദിശയോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ എത്തിച്ചു തരാൻ ദിശ അക്കാഡമിക്ക് സാധിക്കുമെന്നുള്ളത് 100%, ഞാൻ 99% എന്ന് പോലും പറയുന്നില്ല, 100% ഉറപ്പ് ദിശ അക്കാഡമിക്കുണ്ട്. അതിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് താല്പര്യം 100% ഉണ്ട് എങ്കിൽ 100% ഉറപ്പ് ദിശ അക്കാഡമിക്ക് തരാൻ സാധിക്കും. പിന്നീട് വരുന്നത് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്, 2ാം ഘട്ടം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലീസ് കോൺസ്റ്റബിളിന്റെ കണക്കോ അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ പോലീസ് കോൺസ്റ്റബിളിന്റെ കണക്കോ ഒന്നുമുള്ള ഫിസിക്കൽ ഒന്നുമില്ല, ഓട്ടം മാത്രമേ ഉള്ളൂ. ഓട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് 5 കിലോമീറ്റർ 24 മിനിറ്റ് ഈ ഒരു റേഞ്ചിലാണ് എന്ത് വരുന്നത്, ഓട്ടം വരുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ബോയ്സിനും ഗേൾസിനും പറ്റുന്ന കേസാണ്. അവിടുത്തെ ഡിസ്റ്റൻസ് ഫീമെയിൽ വരുവാണെങ്കിൽ 1.6 8.5 മിനിറ്റ്സിനകത്ത് ട്രാവൽ എന്ത് ചെയ്യണം, ഓടണം. ഇത് മാത്രം, ഓട്ടം മാത്രമേ ഉള്ളൂ. ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓട്ടം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫിസിക്കലായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താണ്, ഒരു ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്താൽ അത്യാവശ്യം ഓടാനൊക്കെ എബിലിറ്റി, രാവിലെ എണീറ്റ് ഓടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെ ഏജിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓടും, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതാണ് നിങ്ങളുടെ ഫ്രണ്ടിലെ 1ാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏജ് ലിമിറ്റുകൾ ഒന്ന് മനസ്സിലാക്കുക. SC/ST കാറ്റഗറി ആളുകൾക്ക് 5 വർഷത്തോളം റിലാക്സേഷൻ ഉണ്ട്. 23 നമ്മുടെ 18 to 23 ആണ് നമ്മുടെ ഏജ് ലിമിറ്റ്. 18 മുതൽ 23 വയസ്സ് വരെ ഉള്ളവർക്ക്, പറഞ്ഞു മനസ്സിലായോ, 18 മുതൽ 23 വയസ്സിനിടയ്ക്കുള്ളവരാണ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കമന്റ് ചെയ്യണേ. SC/ST-കാർക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്, OBC 3 ഇയർ റിലാക്സേഷൻ ഉണ്ട്, എക്സ് സർവീസ് മെൻ ആളുകളുണ്ട്, അതുപോലെ കുറെ ചില കേസുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചുകൂടി എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ജനറൽ ആയിരിക്കാം, അല്ലെങ്കിൽ SC/ST ആയിരിക്കാം, അല്ലെങ്കിൽ OBC കാറ്റഗറി ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ ഉണ്ടാവും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 10th ആണ്. 10ാം ക്ലാസ് മാത്രം മതി. അത് സയൻസോ അങ്ങനെ ഇന്ന സ്ട്രീം വേണമെന്നില്ല, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, ഏത് സ്ട്രീം ആയാലും മതി. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 23 എന്നുള്ള ഏജ് ലിമിറ്റ് ആണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അതർ കാറ്റഗറീസിനുള്ള റിലാക്സേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായി ഇത് മനസ്സിലാക്കുക. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നതിന് പ്രസക്തിയുള്ളത്. ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞ, ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ യങ്ങർ സ്റ്റുഡൻസ് നിൽക്കുക. അപ്പൊ ഇനി ആലോചിച്ച് നിൽക്കേണ്ട സമയമുണ്ടോ? ഇപ്പൊ ആർമിയുടെ വേണ്ടി, അഗ്നിവീറിനൊക്കെ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതൊരു ചലഞ്ചാണ്. ദിശ അക്കാഡമിയിലോട്ട് പോരെ. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, ദിശ അക്കാഡമിയുടെ കേരളത്തിലുള്ള 5 ബ്രാഞ്ചുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ 5 ബ്രാഞ്ചുകളിലും ജോയിൻ ചെയ്ത് റെഗുലർ സ്ട്രീമിൽ തന്നെ പഠിച്ചു തുടങ്ങി. ഇനി SSC GD വരുമ്പോൾ GDയുടെ മാത്രമായിട്ടുള്ള ക്രാഷ് ബാച്ചുകളൊക്കെ വരും. പക്ഷെ അതുവരെ ഒന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക, SSC GDക്ക് വേണ്ടി നിങ്ങൾ SSC ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിച്ചോ. 8 മാസം കൃത്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ദിശ SSC GD സ്റ്റുഡൻസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ബാച്ച്, ഒരു ലോങ് ടൈം ബാച്ച് നമ്മുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീക്കുകളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഓൺലൈനിലെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ പറയാം. അതുപോലെ തന്നെ നോക്കൂ, SSC GD എക്സാമിന്റെ പാറ്റേൺ എന്താ പാറ്റേൺ? മാത്സ്
അല്ലെങ്കിൽ റീസണിങ് 20 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ, മാത്സ് 20 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ. ഇതിന്റെ പാറ്റേൺ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമായിട്ട് 40 മാർക്ക് വീതം ഓരോ സെക്ഷനിൽ നിന്നും ഉണ്ടാവും. ടോട്ടൽ 120 മാർക്ക്, 60 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറയുന്നത് സമയമെന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ഇതൊക്കെ നിസാരമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദിശയുടെ യൂട്യൂബ് ചാനലിലൂടെ മാത്രം പഠിച്ച് ഈ ജോലിയിൽ എത്തിയ നിരവധി ആളുകളുണ്ടെന്ന് വളരെ അത് നിങ്ങൾ എന്തെങ്കിലും സംശയം ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദിശയുടെ മുന്നുള്ള പ്ലേലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ SSC GDയുടെ പ്ലേലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ മതി. ഓരോ വീഡിയോയുടെയും താഴെ അതിൽ നിന്ന് പഠിച്ച് സർവീസിൽ കയറിയ ആളുകളുടെ മോട്ടിവേഷൻ കമന്റുകൾ വരെ ഉണ്ട്. അത്രത്തോളം ആളുകൾ അവർക്ക് GDയുടെ ക്ലാസ്സുകൾ കിട്ടിയതിന്റെ വളരെ ആത്മാർത്ഥമായിട്ട് ആളുകൾ എഴുതിയിരിക്കുന്ന കമന്റുകളുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം മക്കളെ? 2 രീതി നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെയാ? നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും പഠിക്കാം, ഓൺലൈനായിട്ടും പഠിക്കാം. തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഈ ഓഫ്ലൈൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോളേജിലൊക്കെ ചേർന്ന് പഠിക്കുന്നത് പോലെ തന്നെയാണ് ദിശയുടെ അക്കാഡമികൾ വരുന്നത്. ഓഫ്ലൈൻ ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചുകൾ 1 ഇയർ, 1 വർഷം ഡ്യൂറേഷൻ നിൽക്കുന്ന ബാച്ചുകളാണ്. മനസ്സിലായോ? ഈ 1 ഇയർ ഡ്യൂറേഷൻ വരുന്ന ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് റെഗുലറായി ഒരു കോളേജിൽ പോകുന്നത് പോലെ ചിട്ടയായി പഠിക്കാമെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചുമ്മാതെ ഇവിടെ ഡിഗ്രിയോ PGയോ ഇങ്ങനെയുള്ള സാധനമൊന്നും അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. മറിച്ച് 1 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ജോലിയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. അത് വളരെ വലിയ കാര്യമാണ്. ചെറിയ പ്രായത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളിലേക്ക്, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ് ടൈം ഒക്കെ ഉള്ളവരാണ്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കോഴ്സുകളൊക്കെ പഠിച്ച് സമയം കളയേണ്ട. നിങ്ങൾക്ക് ഇതിനകത്ത് പാഷൻ ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ എടുത്തു പറയത്തുള്ളൂ, നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? 1 വർഷം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ നമുക്ക് ഏകദേശം ഒരു 8-9 മാസം അടുത്ത വർഷത്തെ GDക്കുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ വന്ന് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? GD എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് സംശയമാണ്, സാർ ഇത് എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ അത്രയും ഇന്റലിജന്റ് അല്ല. എടാ, നിങ്ങൾ ക്ഷമയോടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ആത്മാർത്ഥതയോടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഇരുന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഉറപ്പായിട്ടും നിങ്ങളെ പിടിച്ചിരുത്തി നിങ്ങളുടെ കഴിവ് അനുസരിച്ചിട്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇനി ഓൺലൈൻ സ്റ്റഡി. എന്താണ് ഓൺലൈൻ സ്റ്റഡി? എടാ, ഓൺലൈൻ സ്റ്റഡി എന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഇനി ഏതെങ്കിലും കോഴ്സിന് പോകാൻ ജോയിൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ ചേരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ജോലി പൊയ്ക്കൊണ്ടാണ് പഠിക്കേണ്ടി വരുന്നത്, അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ സ്റ്റഡിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അതർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിശയുടെ ഒരു പുതിയ, നമുക്കറിയാലോ, യോദ്ധ പ്രീമിയം ബാച്ചുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. പുതിയ ഒരു ബാച്ച് SSC GDക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഈ ഡേറ്റുകളാണ് കേട്ടോ. നവംബർ 2025, അതുപോലെ ഡിസംബറോട് കൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കഴിയും. മാർച്ച് 2026 പരീക്ഷയും 2-3 മാസത്തിനകത്ത് റിസൾട്ടും കാര്യങ്ങൾ 26 തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാം ആണ്. അത് എന്ത് ചെയ്യുക? ഒരു കാരണവശാലും പാഴാക്കരുത് മക്കളെ. അപ്പോൾ ദിശ നിങ്ങളുടെ SSC GD സ്റ്റുഡൻസിന് വേണ്ടി, ആർമി അഗ്നിവീർ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി, ആ ഫോഴ്സ് ബേസ്ഡ് എക്സാം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദിശ അക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് ദിശ ആർമി എക്സാംസ്. നിങ്ങൾക്കറിയാം, ദിശയുടെ മെയിൻ ചാനൽ ഏകദേശം എത്രയാണ്? 1,60,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മെയിൻ ചാനൽ ഉണ്ട്. 4-5 വർഷങ്ങളായിട്ട് നമ്മൾ SSC GDയുടെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ പോയി മെയിൻ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ GD ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചാനൽ തന്നെ ദിശ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ദിശ ആർമി എക്സാംസ്. ഈ ചാനലിലൂടെ കൃത്യമായി നിങ്ങൾക്ക് ഇനി മുതൽ GD എക്സാമിന്റെ ക്ലാസ്സുകൾ വരികയാണ്. അതുപോലെ അഗ്നിവീർ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരാനായിട്ട് പോവുകയാണ്. ഉറപ്പായിട്ടും ഈ ക്ലാസ്സുകളൊക്കെ വരും. നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ ആവശ്യപ്പെടണം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റുകൾ വരണം, നിങ്ങളുടെ ലൈക്കുകൾ വരണം, നിങ്ങളുടെ ഷെയറുകൾ വരണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അധ്യാപകർക്ക് വീഡിയോ ചെയ്യാനും നിങ്ങൾക്ക് കണ്ടന്റ് പറഞ്ഞു തരാനും ഉള്ള എനർജി വരുന്നത്. സോ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടെ നിൽക്കുക. ഉറപ്പായിട്ടും എല്ലാ അധ്യാപകരും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാൻ തയ്യാറാണ്. ദിശയുടെ ഒരു ഹോൾ ടീം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. സോ വളരെ ആത്മാർത്ഥമായി എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ഞാൻ പറഞ്ഞു മക്കളെ, ഓൺലൈൻ ക്ലാസ് ആഗ്രഹിക്കുന്നവർ, പുതിയൊരു ബാച്ച് തുടങ്ങാൻ പോവാണ് GDയുടെ. ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? SSC GD എക്സാമുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമുകൾ
എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ, ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ അറിയാലോ, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കേരളത്തിന്റെ ഏത് പൊസിഷനിലാണ് നിങ്ങളെങ്കിലും ഈ ബ്രാഞ്ചുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വളരെ സീരിയസ് ആയി പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ ആ സർവീസിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട്. നമുക്ക് കൂടുതൽ പല ആളുകളും ചില എക്സാമുകൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഒരുപാട് പൈസയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. എന്തിനാണ് നിങ്ങൾ പൈസയൊക്കെ കൊടുക്കുന്നത്? അങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ ഈ എക്സാം പാസ്സാവാനുള്ള കണ്ടന്റ്സ് ദിശ അക്കാഡമിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് കൃത്യമായ ഒരു താല്പര്യം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ ആത്മാർത്ഥതയോടെ, വളരെ ലക്ഷ്യബോധത്തോടെ അടുത്ത വർഷം നമുക്ക് ജോലിക്ക് കയറണം, ഈ വർഷം വരുന്ന നോട്ടിഫിക്കേഷൻ എഴുതി നെക്സ്റ്റ് ഇയർ നമുക്ക് സർവീസിൽ കയറണം എന്ന ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. ദിശയുടെ ഹോൾ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.